ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ ആസ്ട്രോ ബോയ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്കാണ്. സോ എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. 1.20.1ന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് നേരെ സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമുക്ക് ട്രയൽ ചേംബറിലേക്ക് കിടക്കാം. സോ നമ്മൾ ട്രയൽ ചേംബറൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അറിയാണ്ട് അഡ്വാൻസ്മെൻറ്റ് വാങ്ങിച്ചു പോയി. സോ സോറി ഫോർ ദാറ്റ്. നമുക്ക് നേരെ ക്രിയേറ്റീവ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നൊന്നും കാണിക്കാൻ പറ്റില്ല. സോ നമുക്ക് നേരെ അടിയിലേക്ക് പോകാം. എന്നിട്ടൊരു ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു വെച്ചേക്കാം. പിന്നെ വെള്ളം. ഓക്കെ, നമുക്കിങ്ങനെ പോയാൽ നേരെ പിന്നെയും കുറച്ചടിയിലേക്ക് പോയാൽ നമ്മൾ ട്രെയിൻ ചേംബറിൽ എത്തും കേട്ടോ. വെയിറ്റ് ചെയ്യാം. നല്ലോണം അടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ അവസാനത്തിണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രയൽ ചേംബർ എന്ന് പറയുന്ന സംഭവം ഗൈസ്. സോ ഇതാണ് സംഭവം. ഇതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊരു വലിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഓക്കെ. അതെന്ത് സംഭവം? എന്താ? ഓ, മുട്ട. കോഴിമുട്ട പഠിപ്പിച്ചേക്കാണ് കള്ളായി. ആൻഡ് ഇവിടെ എന്താ എന്താ പറ്റിയ ഇതിനുള്ളിൽ എന്താ? ഓ മൈ ഗാഡ്, ഓ കള്ളൻ. എനിക്ക് ചില സമയത്ത് പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് പോയാ ഇവിടെ സംഭവമായിട്ട് കുറച്ച് നീങ്ങി നോക്കാം. ഓ വെള്ളമാണ്, വെള്ളം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു കുറച്ച് ആർമറൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. ഓക്കെ 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 എന്നിട്ട് ഇത് ഓക്കെ. നല്ല ആനിമേഷൻ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കാണേക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഗെയിം മോഡ് സർവൈവൽ ആക്കിയേക്കാം. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ ഓക്കെ. ഇതാണ് അപ്പോൾ ഇതിലെ ഇത് വില്ലൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ. നമ്മളൊന്ന് കൊല്ലും കേട്ടോ, ഉറപ്പാണ്. ഓക്കെ ഉമ്മാരുടെ ഒളിച്ചു കളിക്കണം. ഓക്കെ ഓക്കെ, നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ക്യാരറ്റ്. ഓക്കെ 64. ഓക്കെ, നമുക്ക് ഈ കയ്യിലങ്ങ് പിടിച്ചേക്കാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു കീ കിട്ടിയിട്ടുണ്ട്. ട്രയൽ കീ എന്നാണ് ഇത്. ഇതിലല്ലേ ഇടണ്ടേ? ഇതിലല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിലിടണ്ടേ? ഓക്കെ, എന്നിട്ട് എവിടെയോ ഒരു സംഭവം ഉണ്ട്. ഓ മൈ ഗോഡ്, ഓ ഇതാണല്ലേ അപ്പൊ മറ്റേ. ഓ ഇത് മറ്റേ ഇത്. ഓക്കെ മനസ്സിലായി. ഇതൊക്കെ നമുക്ക് ഓക്കെ ഇതിനങ്ങ് കൊല്ലാം നമുക്ക്. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിൽ 2 ബ്രീസ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയ്സ് ഉണ്ടാക്കുന്നത്. സോ ഓ ഇത് പറക്കാൻ പറ്റും, അതാണ് കുറച്ച്. ഓക്കെ, ഇത് പിടിച്ചിട്ടാണല്ലോ. നമുക്ക് വന്നേക്കാം, ഫുഡ് കഴിച്ചേക്കാം. ഓക്കെ, അടുത്തത് ഇങ്ങനെ കില്ല് ചെയ്യണം, എന്നാലാണ് നമുക്ക് മറ്റേ കീ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിലാണ് ഇടേണ്ടത് എനിക്ക് തോന്നുന്നു. നമുക്ക് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് കയറാം. എന്നിട്ട് നമ്മുടെ ട്രയൽ കീ ഇടാം. ഇതെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇങ്ങനെ എങ്ങാണ്ടാണ് ഇടേണ്ടത് ഗൈസ്, എനിക്കറിയില്ല. നമുക്ക് ഗെയിം മോഡ് ക്രിയേറ്റീവ് അടിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ പറന്നിട്ട് ഒന്ന് ഇതാക്കി നോക്കാം. ഓ ഇത് വർക്കാണില്ലല്ലോ. പൈസ ഇത് പൊട്ടിപ്പോയി. ഓക്കെ, ഇനി ഇതിലാണ് ഇടണ്ടേ? ഓക്കെ, അത് പൊട്ടിപ്പോയി. നല്ല കാര്യം. ഇതിനിപ്പോൾ എവിടെയാണോ ഇടേണ്ടത്? ഇപ്പോൾ വലിയ ബിൽഡാണ്. ഒന്നാമത് തന്നെ ഇത് ഫസ്റ്റ് വലിയൊരു ബിൽഡായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇറ്റ്സ് എ വെരി വെരി ബിഗ് ബിൽഡ്. നല്ലോണം വലിയൊരു ബിൽഡാണ് ഇത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത്.
ഇതൊക്കെ ആക്കണം ഒരു ബേസ്. നമ്മൾ എന്തായാലും 1.20.1ന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. സോ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇതിലൊന്നും വലിയ ലൂട്ടുകളൊന്നും കിട്ടുന്നില്ല. കോപ്പർ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതാണ്. യെസ്. ശരി, ഇത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സ്മിത്തിങ് ടെംപ്ലേറ്റ് കിട്ടി, ഒരു പോഷൻ കിട്ടി, ഒരു വിൻഡ് ചാർജ് കിട്ടി, ഒരു ക്രോസ് ബോയും കിട്ടി, ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മ്യൂസിക് ഡിസ്ക് കിട്ടി, ഒരു ഒമിനസ് ബോട്ടിൽ കിട്ടി, ഒരു ഷീൽഡും കിട്ടി. ഓക്കെ, അത്യാവശ്യം ലൂട്ടുകളൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലൂട്ടും. ആൻഡ് എനിക്ക് ടഫ് ബ്ലോക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷൻ. ടഫ് ബ്ലോക്ക് കണ്ട ഇങ്ങനത്തെ ബ്ലോക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓക്കെ, ഇവിടെയൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു മെയ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഭവം. നമ്മളിങ്ങനെ ചാടി വന്നിട്ട് അടിക്കൂല, ഈ തോറിനെ പോലെ ഇങ്ങനെ വന്നിട്ട് ചാടി വന്നടിക്കും. അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിക്കും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ അടിക്കല്ല, ഇങ്ങനെ ചാടി വന്നിട്ട് ഇങ്ങനെ അടിക്കാം. ഓക്കെ, നമുക്ക് സർവൈവലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് നേരെ മേലിലേക്ക് ഇപ്പൊ പോകാം. സ്പെക്ടേറ്റർ മോഡ്, മുകളിലേക്ക് പോയിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. ടൈം സെറ്റ് ഡേ ആക്കാം. എന്നിട്ട് നമുക്ക് നേരെ മേലിലേക്ക് കയറിയിട്ട് നമുക്ക് ഒരു കുറെ ആർമർ, വോൾഫിന്റെ ആർമർ അതൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കണം. ഇതാക്കാനായിട്ട് നമുക്കിപ്പോ ട്രൈ ചെയ്ത് നോക്കാം. മോഡ് ക്രിയേറ്റീവ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ വോൾഫിനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. വോൾഫിനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. സൈഡിൽ അതിനായിട്ട് ഒരു ആർമറിന് ഇത് കാണിക്കുന്നുണ്ട്, ബട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഒരു ബോൺ. ഓക്കെ, ഇതെടുത്ത കളയാം. എഗ് എടുത്ത കളയാം. ഓക്കെ, എന്നിട്ട് ഇതിനെ സ്പോൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫ്രണ്ട് ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താ ഒരു പെറ്റ് ഉണ്ട് ഒരെണ്ണം കൂടി. ആക്സ് എന്നങ്ങാണ്ട് പറഞ്ഞൊരു സാധനമായിരുന്നു. ആക്സിലോട്ടിലല്ല. ഇത് സ്പോണിൽ നോക്കാം. അർമഡിലിയോ. ഓക്കെ, ഇതിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ സാധനമാണ് നമുക്ക് വേണ്ടേ. ഇനി നമുക്ക് ബ്രഷ് വേണം. ബ്രഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇതാക്കണം. ഓക്കെ, ഇങ്ങനെ ഇതാക്കാം. എന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ സർവൈവല് ഈ ബ്രഷിന്റെ ഹെൽത്ത് നല്ലോണം കുറയുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, ഇങ്ങനെ കളക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ആർമഡിലിയോനെ ഷെയർ ചെയ്തിട്ട് സാധനമില്ല, അത് വെച്ചിട്ട് ഇങ്ങനെ എന്തോ സാധനം ഉണ്ടാക്കും, എനിക്കറിയില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം. എന്നിട്ട് ഇതിന് നമുക്ക് ഇഷ്ടം പോലെ കളറും കൊടുക്കാം. ഓക്കെ, ഒരു റെഡ് ഡൈ നമുക്ക് കിട്ടും. റെഡ് ഡൈ. ഓക്കെ, റെഡ് ഡൈ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു റെഡ് ഡൈ പോലെ സാധനം കിട്ടും. നമുക്ക് മറ്റേ സാധനത്തിനെ കണ്ടുപിടിക്കണം. ഇത് നമ്മളെ ആർമഡിലിയോ എന്ന് പറഞ്ഞ ആ പെറ്റില്ലേ, അതിനെ നമുക്ക് ടൈം ചെയ്യാനും പറ്റും കേട്ടോ. അത് സ്പൈഡർ ഐ വെച്ചിട്ട് നമുക്ക് ടൈം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടത്. സോ നമുക്കിന്ന് ടൈം ചെയ്യാം. ഓക്കെ, നമുക്ക് ദൂരെ പോയത് നമ്മുടെ കൂടെ വരും. കൂടെ ആ സാധനം വരത്തില്ല. നമുക്ക് ഈ സാധനം നമുക്ക് ഇതിനിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊളി. ഇനി ഇത് അങ്ങനെ വരിക്കൊന്നുമില്ല കേട്ടോ. ഒരു വാർഡന്റെ ഇതെടുക്കാം.
എന്നിട്ട് ഇവിടെ വാർഡനൊന്ന് സ്പോൺ ചെയ്യിപ്പിച്ചിട്ട് വാർഡൻ ഇതിനെ എത്ര കില്ല് കൊണ്ട് കിൽ ചെയ്യണമെന്ന് നമുക്കറിയണം. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. സോ ഇവിടെ വരുന്ന ഇതിനെ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓ 5-6 കില്ല് വേണം കേട്ടോ. 5-6 കില്ല് കൊണ്ടൊക്കെയാണ് ഇത് ചാവുന്നത്. ഇനി ഇവിടുന്ന് ശരിയാവത്തില്ല, ബിക്കോസ് നമ്മുടെ വീഡിയോന് ശബ്ദം കേൾക്കത്തില്ല. സോ നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം. ഓക്കെ ആ സാധനം പോയിട്ടുണ്ടാവും. ഇവിടെ വരെ ശബ്ദം ഉണ്ടാകാൻ. ഓക്കെ അത് 5-6 ഹിറ്റ് ഇടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മറ്റേ വോൾഫ് മരിച്ചത്. ഒരു 3 ഹിറ്റ് കൊണ്ടൊക്കെ 4 ഹിറ്റ് കൊണ്ടൊക്കെയാണ് ആർമർ പൊട്ടിയത്. ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഭയങ്കര പവർഫുൾ ആണ് വാർഡൻ എന്ന് പറയുന്നത്. ബട്ട് അത് 5 ഹിറ്റൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ വോൾഫ് ഡെഡായത്. അപ്പോൾ അത്രക്കും പവർ ഉണ്ട് അതിന്. അപ്പോൾ ഓക്കെ മതി. ഓക്കെ സോ അടുത്തതെന്ന് പറയുമ്പോൾ കുറേ കോപ്പർ ബ്ലോക്സുകളാണ്. കോപ്പർ ലൈറ്റുകള്, ഡോറുകള്, പിന്നെ ഇത് വേറെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ ഇത്ര ഉണ്ടായുള്ളൂ. ഇതൊന്ന് ആൻഡ് കോപ്പർ ഇതും കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഇതുണ്ടായിരുന്നു ആൻഡ് ഇതുണ്ട് ആൻഡ് ഇതുമുണ്ട്. ആൻഡ് ഇത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഇതും കൂടി ഇതെടുത്തു. ഇതെടുത്തു ഇത് ആൻഡ് ഒരു ട്രാപ്പ് ഡോറും കൂടി ഉണ്ട്. ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഇതുകൂടി ഓക്കെ ഞാൻ കാണിച്ചു തരാം മൊത്തം. ഓക്കെ ഇവിടെ വയ്ക്കാം. 1 2 3 ഇതില്ല കേട്ടോ. നമ്മുടെ സാധനം എന്ന് പറയുന്നത് കോപ്പർ ഇതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഓക്കെ അത് വാക്സ്ഡ് ആണ് കേട്ടോ. നമ്മുടെ കോപ്പർ അങ്ങനെ ആവില്ല. ആൻഡ് ഓക്കെ ഇത് എന്നിട്ട് ഇതൊക്കെയാണ് കോപ്പർ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളാണ്. ആൻഡ് കോപ്പർ സോറി ഇത് മാറ്റിക്കാം. ആൻഡ് കോപ്പറിന് മറ്റേ ഐറ്റംസ് ഉണ്ട്. കോപ്പർ മറ്റേ കളറിന്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കോപ്പറിന്റെ ഇത് സെയിം സാധനം തന്നെ ബട്ട് മറ്റേ കളറിൽ വരും. ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആൻഡ് ഇത് വരും ആൻഡ് ഇത് ഇവിടെ വരും. ഇത് ഓക്കെ കാണിച്ചു തരാം. ഫസ്റ്റിന് കോപ്പർ ട്യൂബ് ആൻഡ് ഇത് ആൻഡ് ഡോറ് ആൻഡ് ട്രാപ്പ് ഡോർ ഇങ്ങനെ വരും. ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെക്കാം, ഒന്നാലും കാണാൻ പറ്റും. ആൻഡ് ഇത് മറ്റേ ഇതല്ല ഓക്കെ ഇത് ആൻഡ് ഇത് ഇവിടെ വരും. ആൻഡ് ഇത് അല്ലല്ലോ, ഒരെണ്ണം മിക്സിംഗ് ആണ്. ഇത് ഓക്കെ ഇത് ആൻഡ് ഇത് ഇവിടെ വരും, ഇതും ഇവിടെ. ഓക്കെ ഇത്തരം ഐറ്റംസ് ആണ് കോപ്പറിൽ വന്നിരിക്കുന്നത്. ഈ കളറിലൊക്കെ ആയിട്ടാണ് കോപ്പർ ബ്ലോക്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ്. ആൻഡ് ടഫ് ബ്ലോക്സുകളും വന്നിട്ടുണ്ട്. അതിനടുത്തായിട്ട് കാണിച്ചു. സോ ടഫ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയാണ് ടഫ് ബ്ലോക്സ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. ഈ സാധനം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു കിടക്കാച്ചി ആയിട്ടാണ് സ്റ്റോൺ മറ്റേ ടഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആന്റിസൈറ്റിനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല. ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ അടുത്ത 1.21 സർവേഴ്സും സീരീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കിടക്കാച്ചി ബിൽഡുകളൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. സോ ആൻഡ് വേറൊരു സംഭവം വന്നിട്ടുണ്ട്.
ക്രാഫ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കിയാൽ നമുക്ക് നേരെ ഒരു ഹോപ്പർ കണക്റ്റ് ആക്കാം. ഹോപ്പർ കണക്റ്റ് ആക്കുമ്പോൾ ഇങ്ങനെ ഹോപ്പർ കണക്റ്റ് ആക്കാം. അപ്പോൾ ഇനി ഓക്കെ, ഈ സാധനം 3 എണ്ണം ഇടാം. ഓക്കെ, ഇത് 3 എണ്ണം ഇട്ട സ്ലാബ് ആയല്ലേ വരണ്ടേ, 3 എണ്ണം. ഓക്കെ, അപ്പൊ ഇതില് കണ്ട, ഇതാണ് സംഭവം എന്ന് പറയണത്. ഇനി ഒരു ചെസ്റ്റും കൂടി വെച്ചിട്ട് നമുക്ക് സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ കണക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഇതിലേക്ക് വരേണ്ടതാണ്. വരത്തില്ല, ബാക്കി മെക്കാനിസം എനിക്കറിയില്ല, സോറി. സോ ഇങ്ങനെ വരും, എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. അത് റെഡ് സ്റ്റോണിന്റെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. സോ എനിക്കത് അറിയില്ല. സോ ഇത്രയും ഞാൻ പറയാം. ഇത്രയാണ് നമ്മുടെ ക്രാഫ്റ്റർ എന്ന് പറഞ്ഞ സംഭവത്തിൽ വരുന്നത്. അതിൻ്റെ ഇത്രയും ബ്ലോക്സുകളും ഇതൊക്കെ വരുന്നുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ പെറ്റും മറ്റേ ആക്സ് ആ സാധനം, ഓക്കെ, അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഈ അപ്ഡേറ്റിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. ആൻഡ് വോൾഫ് ആർമർ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത്. കണ്ട, അതെ, ഇത് വാക്സ്ഡ് ആയി. കണ്ട, ഇതാണ് പ്രശ്നം. കോപ്പറിനാകുള്ള ഒരു പ്രശ്നമുള്ളൂ, ഇത് വാക്സ്ഡ് ആവും. പിന്നെ ഈ കളർ അങ്ങനെ വാക്സ്ഡ് ആയാലും അത്രയും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ലൈറ്റ് കത്തിക്കുന്നുണ്ട്. റെഡ് സ്റ്റോൺ വെച്ചിട്ട് കണ്ടില്ലേ, റെഡ് സ്റ്റോണിൽ ഇത് വെച്ചാ കത്തുമെന്ന് വിചാരിക്കുന്നു. റെഡ് സ്റ്റോൺ വെച്ചിട്ട് കത്തി. ഓക്കെ, ഇതാണ് സംഭവം. ഇതില്ലെങ്കിൽ ആക്സ് വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചത്. ആക്സ് എടുത്തിട്ട് ആക്സ് ഇതാക്കിയാലും കത്തുമെന്ന് വിചാരിക്കുന്നു. ഇത് കത്തിച്ചു, ഇല്ല, കത്തത്തില്ല. ഓക്കെ, ഇത് കത്തത്തില്ല. ഇത് നമുക്ക് വാക്സ് ആയ ഇങ്ങനെ ഇതാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇത് വാക്സ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പുതിയ അപ്ഡേഷനിൽ വന്നേക്കുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞ. ഇതിലെന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു 1.1.1ന്റെ സീരീസ് ആയിട്ടൊക്കെയാണ്. സോ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു. നമ്മൾ കിടക്കാച്ചി എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്താ ഭംഗി, നല്ല ഭംഗിയല്ലേ. സോ ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ ഒരുപാട് ബിൽഡ് ചെയ്യാനുള്ളതാണ്. ബൈ ബൈ.